ഹേ ഗൈസ്, നിങ്ങളുടെ സ്വന്തം KT. ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ കാട്ടാളൻ എന്ന സിനിമയെക്കുറിച്ചാണ്. പോൾ ജോർജ് ആണ് ഇതിൻ്റെ ഡയറക്ടർ, ഷെരീഫ് മുഹമ്മദ് ആണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലൂടെ പോയ കാര്യങ്ങൾ ഞാൻ പറയാം. ആദ്യം തന്നെ പറയാലോ, പടം കുറച്ച് ആവറേജ് ആണ്. എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ളൊരു പടമാണ്, ബട്ട് എല്ലാം കൂടി ഒന്നു ചേർന്ന് വന്നാലേ ആ പടം നമുക്ക് എൻ്റർടൈനിങ് ആവത്തുള്ളൂ. ഈ പടത്തിൻ്റെ ആ ഒരു തോട്ട് പ്രോസസ് ഭയങ്കര നല്ലതാണ്. നമ്മളൊരാൾ സിനിമ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ഓക്കെ, എൻ്റെ സിനിമയിൽ ഇങ്ങനത്തെ കുറച്ച് ഇമോഷണൽ സീൻ വേണം, എൻ്റെ സിനിമയിൽ ഇങ്ങനത്തെ കുറച്ച് മാസ് സാധനം വേണം, അത് ആ ഒരു സ്റ്റൈൽ, ആ സ്വാഗ്, അത് ഇങ്ങനെ ഉണ്ടാവണം എന്നുള്ള രീതിയിൽ നമ്മൾ നോട്ട് ചെയ്യുമല്ലോ. അതൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. പക്ഷെ അത് കൊണ്ടുവന്ന രീതി, അത് ആ എക്സിക്യൂട്ട് ചെയ്ത രീതി, അതിലെവിടെയോ ഒരു പാളിച്ച. ഈ പടത്തിൻ്റെ സ്റ്റാർട്ടിങ് ടൈറ്റിൽ റോള് വരുന്നത് തന്നെ നമ്മുടെ ലോകയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പോലത്തെ AI സീക്വൻസ്. നമ്മൾ സിനിമയിലെ ക്യാരക്ടേഴ്സിൻ്റെ കുറച്ച് പാസ്റ്റും അവരുടെ പഴയ വേറെ ഏതെങ്കിലും ടാസ്കും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്ന കുറച്ച് സീക്വൻസസ്, അതിങ്ങനെ നമുക്ക് ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് AI ഷോർട്ട് സീക്വൻസസ് അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ആ സംഭവം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് ക്യാരക്ടേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. പെപ്പയല്ല, അല്ലാണ്ടുള്ള ക്യാരക്ടേഴ്സ്. അപ്പോൾ നമുക്ക് കുറച്ചധികം സ്ലോ മോഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കയറി. അപ്പോൾ നമ്മൾ ചോദിക്കും, അമൽ നീരദിൻ്റെ വൈബ്. അതിൻ്റെ പുറകെ അതിൻ്റെ മേളിൽ നമ്മുടെ രവി ബർസൂറിൻ്റെ സൗണ്ട്, മറ്റേ ഭയങ്കര ആ ഒരു ഭയങ്കര ഡീപ്പായിട്ടുള്ള പഞ്ചും കിക്കും നമ്മൾ മാർക്കോയിലേക്ക് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതും ഇതെല്ലാം കൂടെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു പടം പൊളിക്കും ഇത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ലൈക്ക് ഇതിൽ അവരധികം ഡയലോഗ് ഉപയോഗിക്കുന്നില്ല. ഡയലോഗ്സ് ഉണ്ട്, പക്ഷെ ആ പറയുന്ന വാക്കുകളാണെങ്കിലും മലയാളം തന്നെ ആണെങ്കിലും ഒരു അതും ഇതും ഇല്ലാത്ത ഒരു തരം ഡയലോഗ്. ആകെ കൂടെ കുറച്ച് ഡയലോഗേ ഉള്ളൂ. ബാക്കിയെല്ലാം ഈ പറഞ്ഞ രവി ബർസൂറിൻ്റെ സൗണ്ടും സ്ലോ മോഷനും അങ്ങനെയാണ് നമ്മൾ സീക്വൻസുകൾ ഫുള്ള് പോണത്. അത് ഭയങ്കരമായിട്ട് അങ്ങ് സാച്ചുറേറ്റഡ് ആയിപ്പോയി. ലൈക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്കങ്ങ് മടുക്കും. ഈ സൗണ്ട് കേൾക്കുന്നു, എല്ലാം സ്ലോ മോഷൻ. ഒരു 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 മീറ്റിങ്ങിന് വേണ്ടി ഒരാൾ വരുന്നത്, ആ കാറിൽ നിന്ന് ഇറങ്ങുന്ന തൊട്ട് കയറുന്നത് വരെ മൾട്ടി ഷോട്ട് സ്ലോ മോഷൻ, നടന്ന് വന്ന് ഇരുന്ന് പുകച്ച് ഷോട്ടുകളൊക്കെ നല്ല രസമാണ്. നമുക്കൊരു ആർട്ട് ബുക്കിൽ വേണമെങ്കിൽ എടുത്ത് വെക്കാം. ഇങ്ങനെ ഇത് ഈ ഒരു കോൺസെപ്റ്റായിട്ട് കൊള്ളാം, ഈ ഒരു ഷോർട്ട് ആംഗിൾ കൊള്ളാം. നമ്മൾ പറയും പിൻട്രസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണത്തില്ല, ഇത് കൊള്ളാം. അപ്പോൾ അങ്ങനെ എടുത്ത് വെക്കുന്ന പോലെ നമുക്ക് എടുത്ത് വെക്കാം. പക്ഷെ നമ്മൾ ആ ഒരു സീക്വൻസിൽ ഇത് കാണുമ്പോൾ ഫുൾ ടൈം സ്ലോ മോഷൻ, ഫുൾ ടൈം രവി ബർസൂർ. എനിക്ക് തോന്നിയ സംഭവം, ഈ രവി ബർസൂർ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയില്ല, ഇങ്ങനെ വായിച്ചു നോക്കും, ഇങ്ങനെ ഇത് കൊള്ളാം ഇട്ടേക്ക്, ഇത് വായിച്ചു നോക്കും, ഇതും കൊള്ളാം ഇട്ടേക്ക്. അങ്ങനെ പുള്ളിക്കാരൻ ഏതാണ്ട് 15-20 പടത്തിനുള്ള പാട്ടെല്ലാം ഇതിനകത്തോട്ട് കുത്തി കയറ്റിയിട്ടുണ്ട്. ആ ഒരു മണിക്കൂർ തന്നെ, ആ ഒരൊറ്റ മണിക്കൂറിൽ എൻ്റെ ഈ ശബ്ദം കേട്ട് എന്ന് വെച്ചാൽ ഒരേ ശബ്ദമല്ല, പക്ഷെ ഒരേ സ്റ്റൈലുള്ള സൗണ്ട്സാണ്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കേട്ട് സ്ലോ മോഷൻ വരുമ്പോൾ ഡയലോഗ് ഇല്ല, ഒരു സൈലൻസ് ഇല്ല. സൈലൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കണം എന്നല്ല, ബട്ട് സ്റ്റിൽ നമുക്കിങ്ങനെ നമുക്ക് ആ ഒരു ഡ്രാമ എന്തെങ്കിലുമൊക്കെ, അതൊക്കെ ഡ്രാമയാണ് ഈ പടം. പക്ഷെ ആ ഒരു സാധനം നമുക്ക് കിട്ടുന്നില്ല. ഇങ്ങനെ ആ പാട്ടിങ്ങനെ കടന്ന് പലതരം ശബ്ദങ്ങൾ, പലതരം സാധനങ്ങൾ, ഇതിങ്ങനെ മുഴുവൻ പടം നമുക്ക് പിന്നെ കാണാം എന്ന് പറഞ്ഞിട്ട് ഇത്രയും കാണിച്ചു കൊടുത്ത രസമാണ്. പക്ഷെ ഈ മുഴുവൻ പടമായിട്ടിരുന്ന് കാണുമ്പോൾ ഇതല്ല, ഇത് തന്നെ ആയി പോകുമ്പോൾ നമുക്കൊക്കെ സാച്ചുറേഷൻ ഫുൾ സാച്ചുറേഷൻ. അപ്പോൾ ഞാൻ വിചാരിച്ച സെക്കൻഡ് ഹാഫിൽ കയറി പോകുമായിരിക്കുന്നു. അവിടെയും തെറ്റി. അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെപ്പ നമുക്ക് ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ആയി. പെപ്പയുടെ നമ്മുടെ പരിപാടികളും കാര്യങ്ങളും, ഈ കാട്ടിലെ ആനകളുടെ കൊമ്പ് എടുക്കുക, കടത്തുക, അപ്പോൾ അപ്പുറത്തെ ആൾക്കാർ തടയും, ഇപ്പുറത്തെ ആൾക്കാർ തടയും, പിന്നെ അവർ രണ്ടുപേരോട് ചേർന്ന് ഇവരെ തടയും, പിന്നെ ഇവരിന്ന് മാറി അവരെല്ലാം കൂടെ അപ്പുറത്ത് പോയി തടയും. ഇതൊക്കെ തന്നെ പരിപാടി. പക്ഷേ മാസ്, നമ്മൾ മരണമാസ് എന്ന് പറയുന്ന സംഭവങ്ങൾ ഇവിടെ മരവിച്ച മാസ് എന്നുള്ള നമുക്ക് പ്രതീക്ഷ നമ്മൾ വിട്ടിട്ടില്ല. നമ്മൾ വീണ്ടും ഇരുന്നാണ് സെക്കൻഡ് ഹാഫിൻ്റെ പകുതിയായി. ഓക്കെ, എന്നാലും കഥയ്ക്കൊരുള്ളുണ്ട്, അതിനൊരു അർത്ഥമുണ്ട്, അതുകൊണ്ട് നമ്മളിങ്ങനെ പോകും. പക്ഷേ ആ പറയുന്ന രീതി ഇതായതുകൊണ്ട് ഞാൻ വീണ്ടും ആ സിനിമയുടെ ആ സെയിം ടോൺ പിടിക്കുക, സാച്ചുറേറ്റഡ് ആയിട്ട് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. അതിങ്ങനെ പതുക്കെ അയ്യോ, ഇത്രയും സംഭവങ്ങളകത്ത് ആ ഒരു പകുതി സംഭവം എടുത്ത് മാറ്റിയിട്ട് ചില സ്ഥലങ്ങളിൽ മാത്രം ആസ്വദിച്ചിരുന്നെങ്കിൽ മോനെ വേറെ ലെവൽ വർക്ക് ചെയ്യാൻ വെച്ചാൽ കാട്ടാളൻ പെപ്പേനെ അങ്ങോട്ട്, കാരണം അത്രയ്ക്ക് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഒരുപാട് സെറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് ഒരുപാട് നല്ല ഫ്രെയിം റേറ്റിലൊക്കെ അവർ എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല എക്യുപ്മെൻറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്, മറ്റേ റോബോട്ടിക് ക്യാമറയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷേ എവിടെയോ ഒരു പാളിച്ച. അതാ പറയുന്നത്, ചിലപ്പോൾ 2 മണിക്കൂർ കാണിക്കേണ്ട ഈ പടം വെറും ഒരു 1.5 മണിക്കൂർ കാണിച്ചാൽ മതി. ശരിയാ, ലൈക്ക് മലയാളം സിനിമകൾ 1.5 മണിക്കൂർ കാണിച്ചപ്പോൾ എന്താ പ്രശ്നം? ശരിയാ, 200-300 ടിക്കറ്റാണ്, ബട്ട്
അത്രയും നല്ലതാണെങ്കിൽ 1.5 മണിക്കൂർ വെറുത്തല്ലേ. അതിന് ഒരു 2 മണിക്കൂർ 2-4 മണിക്കൂർ നീട്ടി പിന്നെ എനിക്ക് പറയേണ്ട സംഭവം, ഇതിനകത്ത് നമുക്ക് തമിഴ് ആക്ടേഴ്സ് ഉണ്ട്, തമിഴ് സ്പീക്കിംഗ് ആൾക്കാരുണ്ട്, പ്രോപ്പർ തമിഴ് ആൾക്കാരുണ്ട്, മിക്സ്. അപ്പോൾ നമുക്ക് മലയാളം അല്ലാണ്ട് വരുന്ന ഭാഷകൾ 1-2 ഉണ്ട്, തമിഴും വേറെ എന്തൊക്കെ ഭാഷ, കന്നഡയാന്ന് തോന്നുന്നു. പക്ഷെ അവർ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് എന്തിനാ വെറുതെ എല്ലാം കൂടെ മിക്സ് ആക്കണം, നീ മുഴുവനായിട്ടങ്ങ് മലയാളം പറഞ്ഞാൽ പോലെ. അല്ലെങ്കിൽ തമിഴൊക്കെ കന്നഡയൊക്കെ പറയുകയാണെങ്കിൽ ആ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നവർ എങ്ങനെ മിക്സ് ആയി കഴിഞ്ഞാൽ അവർ സംസാരിക്കും, അത് വേണ്ട. അതും അല്ലാണ്ട് ഞാൻ അടിച്ച് കേട്ടിത്തരാ അത് എന്തൊക്കെയോ പറയുന്നു അവർ. നിനക്കെന്താ വയ്യേ, മലയാളം പറഞ്ഞാൽ പോലായിരുന്നു. ഇവരെല്ലാവരും മലയാളമായിട്ട് പറഞ്ഞിരുന്നതിലും ഒരു കുഴപ്പമില്ല, ഇവരെല്ലാം തമിഴ് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ ആ ഒരു ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരു പ്രൊണൗൺസിയേഷൻ കിട്ടുന്നില്ല, ഒരു മാതിരി മിക്സ്. പിന്നത്തെ അപരാധം എന്ത് ഡാൻസാണ് അത്, ഐറ്റം ഡാൻസ്. അത് ഒരെണ്ണം ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ അടുത്ത് വന്ന ആട് 3 ഒരെണ്ണം വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എന്തോ ഒരു സാധനം പോയേ, എന്നിട്ട് ഇത് ഡാൻസ് തുടങ്ങി. ഇത്ര നേരം വേറൊരു വൈബിൽ നിന്നിട്ട് ഈ ഡാൻസിൽ അയാൾ വേറെ വൈബിൽ ഡാൻസ് കളിക്കുക. ഡാൻസും കാര്യങ്ങളൊക്കെ കോമഡിയാണ്. ഒരു ഷോട്ട് ഉണ്ട്, മറ്റേ ഷോർട്ട് ഗൺ എടുത്ത് വെടി നോക്കുമ്പോൾ വായിക്കൂടെ പോകും, വായിക്കൂടെ ഷോർട്ട് ഗൺ ഇട്ട് വെടി വെക്കുന്നു, വായിക്കൂടെ പോകുന്നു. ഷോർട്ട് ഗണ്ണിന്റെ പുക കാണിച്ചിരുന്ന് വീണ്ടും സഹിക്കാം, അത് കഴിഞ്ഞിട്ട് പുക വന്നാലോ ഇതിപ്പോ അങ്ങനത്തെ കുറെ സാധനങ്ങൾ എന്തിനു വേണ്ടി വെച്ചൊരു ഐറ്റം ഡാൻസ്. അയ്യോ എടാ, പിന്നെ എനിക്ക് ഏറ്റവും വിഷമായ ഒരു സംഭവം, ഇത് പോട്ടെ എന്തെങ്കിലും കാണിച്ചു കൂട്ടട്ടെ, പക്ഷെ എനിക്ക് വണ്ണർ ഷോട്ട്സ് ഉണ്ടല്ലോ, വണ്ണർ ഷോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ തുടങ്ങും, അവരെ ഫോളോ ചെയ്യും സീക്വൻസ്, എന്നിട്ട് അതിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നതാണ് ഫൈനൽ കട്ട്. പക്ഷെ ഷൂട്ട് ചെയ്യുമ്പോൾ അത് ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ചിലപ്പോൾ അത് എൻ്റെ ഇടയിലൂടെ വരുമ്പോൾ കട്ടാവും, ചിലതെന്തെങ്കിലും അങ്ങനത്തെ പല ഹിഡൻ കട്ട്സ്, കുറേ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്തിട്ട് ഫൈനൽ ഔട്ട്പുട്ട് നോക്കുമ്പോൾ ഒറ്റ ഷോട്ടായിട്ട് കാണിക്കുന്നതിനാണ് വണ്ണർ ഷോട്ട് എന്ന് പറയുന്നത്. ഇതിലവർ അങ്ങനത്തെ ഒരു സംഭവം നല്ലോണം പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ലൈക്ക് എന്തുകൊണ്ടാണ് അറിയില്ല, ആ ഭാഗങ്ങളൊക്കെ ഇടയ്ക്ക് നിന്ന് കട്ടായി പോയത്. എന്ന് വെച്ചാൽ നമുക്കറിയാം അത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോയതെന്ന്, പക്ഷെ അതിൻ്റെ ഇടയിൽ കട്ട് ചെയ്തിട്ട് ഒരു 10 ഫ്രെയിം മാറി ഇപ്പുറത്ത് നിൽക്കുന്ന ക്യാമറ. അങ്ങനെ അത് കുറച്ചും കൂടെ ഒന്ന് വർക്ക് ചെയ്തത് ഇങ്ങനെ വന്നിരുന്നെങ്കിൽ അത് ഒരു കിടിലും കൊണ്ടോ. ഇങ്ങനെ കുറച്ച് നേരം ഉണ്ടത് ഇവിടെ പോയി ബോട്ടിൻ്റെ താഴെ വന്ന് കറങ്ങി തിരിച്ച് മേളിലെത്തി പുറത്ത്. ഭയങ്കര നല്ലൊരു ഷോട്ടായിട്ട് അവർ പ്ലാൻ ചെയ്തതാണെന്ന് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് കണ്ടപ്പോൾ അത് നല്ലൊരു വണ്ണറായാണ്, അതൊന്നും കൂടെ ഒന്ന് റിഫൈൻ ചെയ്തിരുന്നെങ്കിൽ. പക്ഷെ ആ എഡിറ്ററിൻ്റെ പേര് മറന്നു, പുള്ളിക്കാരൻ നല്ല ഫേമസ് എഡിറ്ററാണ്, എനിക്ക് ഇഷ്ടമുള്ള ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉള്ളതാണ്. പക്ഷേ ഇതിനകത്ത് വന്ന എഡിറ്റ്സ് എല്ലാം ഫൈറ്റിൻ്റെ ഒക്കെ ഭയങ്കര അബ്രപ്റ്റാണ്. നമുക്കൊരു സാധനം കുറച്ച് നേരം, ഞാൻ കഴിഞ്ഞ പാട്രിയോട്ടില്ല ഏതിൽ പറഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സാധനം കുറച്ച് സസ്റ്റെയിൻ ചെയ്ത് വെച്ചെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ അതൊന്നും നമ്മൾ കാണുന്നതിന് മുമ്പ് അത് കട്ട് ചെയ്ത് അപ്പുറത്തിലോട്ട് വന്ന് ഭയങ്കര നോയ്സി. ഫൈറ്റ് സീക്വൻസ് ഒക്കെ, ലാസ്റ്റ് ഫൈറ്റ് സീക്വൻസ് ഒക്കെ നല്ലതാണ്, പക്ഷെ ആ കട്ടും എഫക്റ്റ് ഒന്നും ഒരു വർക്കാവാണ്ട് വരുന്നു ആകെ കൂടെ. അതാണ് എനിക്ക് അരിശം കയറുന്നത്. പക്ഷെ ആ എഡിറ്റിങ്ങും മ്യൂസിക്കും കൂടെ ഇങ്ങനെ എടുത്തിട്ട് ആടിച്ച് കോളാക്കി കളഞ്ഞു. അടുത്തൊരു സംഭവം ഞാൻ പറഞ്ഞല്ലോ, പിൻട്രസ്റ്റിൻ്റെ സംഭവം. അതേപോലെ തന്നെ സിനിമകൾ നമ്മൾ കാണുമല്ലോ, അടുത്ത സിനിമ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ കുറേ അപ്പോൾ നമ്മൾ ഈ ലേറ്റസ്റ്റ് കണ്ട പടത്തിൽ നിന്ന് ഈ ഷോട്ട് കൊള്ളാം, അത് ഇരിക്കട്ടെ നമുക്ക് ഉപയോഗിക്കാം, വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ അതേപോലത്തെ ഒരു സംഭവം ഉപയോഗിക്കാം. ഈ വേറെ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് കൊള്ളാം, ഇതും ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് ഷോർട്ട് ഗൺ ഇങ്ങനെ റോൾ ചെയ്യുന്നു, അയ്യോ കൊള്ളാം, ഇത് എവിടെയെങ്കിലുമൊക്കെ. ഇതെല്ലാം ഇപ്പം തന്നെ ഉപയോഗിച്ചില്ല, പിന്നെ എപ്പോൾ ഉപയോഗിക്കും? അങ്ങനത്തെ കുറച്ച് ഷോട്ടുണ്ട്. നമ്മുടെ പാട്രിയോട്ടിലെ കാറ് ഓടിക്കുമ്പോൾ മമ്മൂട്ടി കിടന്ന് വെടിവെക്കുന്ന അതേ ഷോട്ട് ഇതിലുണ്ട്. നമ്മൾ ചില ഷോട്ട് ഗൺ ഉണ്ടല്ലോ, ഇങ്ങനെ കറക്കി വെച്ചിട്ട് തുറക്കുമ്പോൾ ഒറ്റ കൈ കൊണ്ട് തന്നെ ലോക്ക് ചെയ്യുന്ന സാധനം, അങ്ങനത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്, അത് ഉപയോഗിച്ചിട്ടുണ്ട്. നല്ല രീതിയിലാട്ടോ, രസമുണ്ട്. ഞാൻ പറയായിരുന്നു, എനിക്ക് ഇത് കണ്ടപ്പോൾ ഇതൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളൊരു സാധനം എനിക്ക് കിട്ടി. പിന്നെ കോമഡി ചില ഷോട്ടൊക്കെ നല്ല രസമാണ്. പക്ഷെ അത് നമ്മൾ ഒരുമാതിരി 7-Up പെപ്സിയുടെ ഒക്കെ പരസ്യത്തിൽ അവർ ചൂട് അകറ്റാൻ വേണ്ടി കുടിക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ടൈപ്പ് കൊമേഴ്ഷ്യൽ നമ്മൾ ആഡിലൊക്കെ ഉപയോഗിക്കുന്ന ഷോട്ട് ഉണ്ടല്ലോ, അങ്ങനത്തെ ടൈപ്പും കുറേ ഷോട്ടുകൾ ഇതിനകത്തുണ്ട്. ലൈക്ക് ആസ് ഇറ്റ് ഈസ് നല്ല ഭംഗിയാണ്, പക്ഷേ ഫ്ലോയിൽ കണക്ട് ചെയ്യുന്നില്ല. ജസ്റ്റ് കൊള്ളാം, ആ ഷോട്ട് കൊള്ളാമെന്നുകൊണ്ട് അതിൻ്റെ ഇടയിലോട്ട് കയറ്റി വെച്ചിരിക്കുന്നത്. അങ്ങനത്തെ കുറേ സാധനങ്ങൾ. ആന പരിപാടി, കൊമ്പ് പരിപാടി, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അതുള്ളത് പറയാലോ, സംഭവം കൊള്ളാം. പിന്നെ ഒരു സംഭവം, മറ്റേ ഗെയിം ഓഫ് ത്രോൺസിനകത്ത് കത്തി താഴെയിട്ട് താഴെക്കൂടെ പിടിച്ച് കുത്തുന്നില്ല, അതേപോലെ തന്നെ കത്തി താഴെയിട്ട് പിടിക്കുന്നുണ്ട്, കുത്തുന്നില്ലെന്നേ ഉള്ളൂ. ചേഞ്ച് വേണമല്ലോ, അതേപോലെ പിടിക്കും.
അയ്യോ, നിങ്ങൾ വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, ശരി, ബൈ.